ഇത് നമ്മൾ ഗോതമ്പ് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി വറുത്ത് എന്നിട്ട് ആവശ്യമുള്ള ഉപ്പുകൂടി ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ പലപ്പോഴും കൈകൊണ്ട് കുഴയ്ക്കുമ്പോൾ ഇങ്ങനെ കട്ടയായിട്ട് ഉരുളയായിട്ടിരിക്കും നമ്മുടെ പുട്ട്, ഒരു ടേസ്റ്റി അല്ലാത്ത രീതിയിൽ. നമുക്കിന്ന് അതെങ്ങനെ സോഫ്റ്റാക്കി നല്ല കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിനകത്തോട്ട് ഇതിപ്പം നന്നായിട്ട് വറുത്ത് വെച്ചിരിക്കുന്നതല്ലേ, ഇതിലേക്ക് വളരെ കുറച്ച്, നമ്മൾ സാധാരണയായി ചേർക്കുന്നതിന് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കാം. ഇത്രയും വെള്ളം മതിയാവും. ഇത് നമുക്ക് എന്നിട്ട് മിക്സിയുടെ ജാറില്ലേ, മിക്സിയുടെ പൊടിക്കുന്ന ജാറിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മുടെ പൊടി മിക്സിയുടെ ജാറിനകത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പസ് ചെയ്ത് പൊടിച്ചെടുത്തിട്ട് വരും. ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇത് ആ സൈഡിലോട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളത് അങ്ങനെ ഇടാം. കട്ടയൊന്നും ഇല്ലാതെ പുട്ടിൻ്റെ പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. വേണ്ട പുട്ട് വരുവാണ്. ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് സാധാരണ പുട്ട് കൂട്ടുന്ന പോലെ പുട്ട് കൂട്ടി വെച്ചെടുക്കാം. ആവി കിടക്കുന്ന നല്ല സോഫ്റ്റ് പുട്ടേ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ.